ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുക: മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ യൂദയായിലെ മലഞ്ചെരുവുകളിൽ താമസിച്ചിരുന്ന എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗം ആഗ്രഹിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സ്വന്തം ജീവിതത്തിൻ്റെ ഇന്നലകൾ അപമാനത്താലും നിരാശയാലും ഇരുൾ നിറഞ്ഞതായിരുന്നുവെങ്കിൽ ദൈവം അവളെ ദൈവപുത്രന് വഴിയൊരുക്കുവാനായി തിരഞ്ഞെടുത്തവൻ്റെ അമ്മയാവാൻ വിളിച്ചതു മുതൽ രക്ഷാകര ദൗത്യത്തിൽ അവളും പങ്കുകാരിയാകുന്നുണ്ട്. സ്വന്തം പുത്രനെ അവളും വിട്ടുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഹരക്ഷകയായ പരിശുദ്ധ മറിയത്തെ കണ്ടപ്പോൾ അവൾക്ക് ഉദ്ഘോഷിക്കുവാൻ പറ്റിയത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ സാമീപ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാക്കി മാറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മ എന്നും ഒരു പ്രചോദനമാണ്. കാരണം ചിതറിക്കപ്പെട്ട അപ്പസ്തോലന്മാരെ ഒന്നിപ്പിച്ചു നിർത്തിയത് മറിയമായിരുന്നു. ഈശോ കാൽവരിയിൽ തൻ്റെ കുരിശുമരണത്തിന് മുമ്പ് ലോകത്തിന് നൽകിയ സമ്മാനമാണ് അമ്മ എന്ന് നമുക്കറിയാം. കുടുംബജീവിതത്തിൻ്റെ പരിപരത്തെ യാഥാർത്ഥ്യങ്ങളുമായി കടന്നു പോകുമ്പോൾ ക്രിസ്തു അനുഭവം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിരാശയും സങ്കടവും അലട്ടുന്നുണ്ടെങ്കിൽ, ആദ്യം നാം കടന്നു ചെല്ലേണ്ടത് നമ്മുടെ അമ്മയുടെ അടുത്തേക്കാണ്. നഷ്ടപ്പെട്ട യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയവളാണ് ആ അമ്മ. പ്രത്യേകിച്ച് പ്രവാസികളായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും കർത്താവിനെ പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾക്ക് ഉത്തരം നൽകുവാനായിട്ട് അമ്മയ്ക്കാണ് സാധിക്കുക. പരദേശിയായി പല ദേശങ്ങളിലേക്കും പലായനം ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഈ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ പ്രവാസ ജീവിതത്തിൻ്റെ പറിച്ചുനടലുകൾക്കുണ്ടാകുന്ന ജീവിത നൊമ്പരങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അതിലൂടെ നമ്മെ സഹായിക്കാനും പറ്റും. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, നാം വീടും നാടും വിട്ട് അന്യരാജ്യത്ത് ജീവിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് മാത്രം ആണ് എന്ന്. അന്യസ്ഥലത്ത് ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നാം ആയിരിക്കുന്ന സ്ഥലത്ത് ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാനായിട്ട് അപ്പസ്തോലന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാർ ചിതറിക്കപ്പെട്ടുവെന്ന്. അവർ ചെന്നിടങ്ങളിലെല്ലാം ക്രിസ്തുവിനെ പങ്കുവച്ചു. അനേകർക്ക് ദൈവാനുഭവം ഉണ്ടായി. അങ്ങനെയാണ് സഭ വളർന്നത്. നാം ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല നാം ഇവിടെ ആയിരിക്കുക. ദൈവം നമ്മെ പല സ്ഥലങ്ങളിലേക്കും അയച്ചിരിക്കുന്നത് എവിടെയൊക്കെ ചെന്നോ അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ചെറിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ദൈവം അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ അനേകർക്ക് സമാധാനം ലഭിക്കുവാനായിട്ട്, ക്രിസ്തു അനുഭവം ലഭിക്കുവാനായിട്ട്, നമ്മുടെ ജീവിത സാക്ഷ്യങ്ങളിലൂടെ അനേകരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാനായിട്ടൊക്കെ സാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. പക്ഷെ അതുകൊണ്ട് പല തടസ്സങ്ങളും തീക്ഷ്ണതക്കുറവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓർക്കുക, നിരാശപ്പെടുകയല്ല, നമ്മെ സഹായിക്കാൻ ഒരമ്മ നമ്മുടെ കൂടെയുണ്ട് എന്ന്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പരിശുദ്ധ മറിയം പ്രതിഷ്ഠപ്പെട്ട് തൻ്റെ പുത്രനിലേക്ക് മടങ്ങുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ മാനസാന്തരപ്പെടുവാനായിട്ട് ലോകത്തോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും രക്ഷ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നും
ദൈവം എങ്ങനെയാണത് ആഗ്രഹിക്കുന്നു എന്നുള്ളതും കൊണ്ടാണ്. കാനായിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരും പറയാതെ അമ്മ ആ വീട്ടിലെ മറ്റൊരംഗമായി മാറുന്നുണ്ട്. ഈശോയെ ഇടപെടുത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലും മടുപ്പും മരവിപ്പും മാറ്റി പ്രാർത്ഥനാ ജീവിതത്തെ സഹായിക്കുവാനായിട്ട്, ശുശ്രൂഷ രംഗത്തെ കൂടുതൽ തീക്ഷ്ണമാക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്കാണ് ഏറ്റവും അധികം സാധിക്കുക. നാം നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ കുടുങ്ങി പ്രാർത്ഥനാ ജീവിതത്തിൽ മാറി നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമായിരിക്കും നടക്കപ്പെടാതിരിക്കുക. ഒരുപക്ഷെ മറ്റനേകരുടെ ജീവിതത്തിൽ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചമെങ്കിലും കൊടുക്കുവാനായിട്ട് നമ്മളെ ആയിരിക്കും ഏൽപ്പിച്ചിരിക്കുക. നാം അത് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ശൂന്യതയാണുള്ളത്. ആ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് മറ്റാരെയും ദൈവം നിയോഗിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ആ ദൗത്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചൊരിയുവാനായിട്ട് നിയോഗിച്ച വെളിച്ചം, വിളക്ക് നാം ആണെങ്കിൽ ആ വെളിച്ചം അവർക്ക് പ്രകാശമാകുവാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എണ്ണ പറ്റുമ്പോൾ ആ തിരിയെ നീട്ടിയിട്ടുകൊണ്ട് വീണ്ടും തെളിയിക്കുവാനായിട്ടും ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രകാശമാകുവാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ നിരാശയും വേദനയും ഒക്കെ ഉണ്ടാകുമായിരിക്കും. അതിൽ നിന്ന് അതിജീവിക്കുവാനായിട്ടാണ് അമ്മയുടെ സഹായം നാം തേടേണ്ടത്. ചിലപ്പോൾ മറ്റുള്ളവർ വായിക്കുന്ന ഏക സുവിശേഷം നാം ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ സുവിശേഷം വായിക്കുവാനോ ഈശോ ആരാണെന്ന് അറിയുവാനോ ഒന്നും സാധിക്കില്ല. അവർ കാണുന്ന സുവിശേഷം നമ്മുടെ ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ അവർക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കുവാനായിട്ട്, ക്രിസ്തു അനുഭവം പകർന്നു കൊടുക്കുവാനായിട്ട് പങ്കുവയ്ക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വവും കടമയുമുണ്ട്. അത് മറക്കുമ്പോൾ അവിടെ സംഭവിക്കുക, ഒരാത്മാവിനെയാണ് രക്ഷപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചെങ്കിൽ ആ രക്ഷപ്പെടലിന് സാധ്യതയില്ലാതാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ നിറവേറണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം മറ്റാരേക്കാൾ ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് അമ്മയ്ക്ക് നമ്മെ സഹായിക്കുവാനായിട്ട് കഴിയും. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. നമുക്ക് അമ്മയുടെ അടുത്തേക്ക് കടന്നു ചെല്ലാം. അമ്മയിലൂടെ പുത്രനിലേക്ക് ചെല്ലാം. സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നല്ല മക്കളായി ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ചുകൊണ്ട് അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പോലും പല സ്ഥലങ്ങളിൽ പ്രതിഷ്ഠപ്പെട്ടുകൊണ്ട് മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനം നൽകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ആ ഒരു ശബ്ദമാണ്, ആ ഒരു ദൗത്യമാണ്. നമുക്കും ആ ദൗത്യം തന്നെയാണുള്ളത്. നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകർക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്ന, ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന, ആദിമസഭയിലെ അപ്പസ്തോലന്മാർ എങ്ങനെയാണോ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ക്രിസ്തു അനുഭവം പങ്കുവച്ചത്, അവർ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പങ്കുവെച്ചുകൊണ്ടാണ് അവർ സുവിശേഷം പ്രഘോഷിച്ചത്. അന്ന് സുവിശേഷത്തിൻ്റെ കോപ്പികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവർ അനുഭവിച്ചറിഞ്ഞ ആ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു. അവരെ ദൈവം ഉപയോഗിച്ചു. സമറിയക്കാരി സ്ത്രീ, അവൾ കിണറ്റിൻകരയിൽ വെച്ച് കണ്ടുമുട്ടിയ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അവൾ അവരുടെ ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പങ്കുവെച്ചപ്പോൾ അനേകർ കടന്നു വന്നു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്. അവർ വിശ്വസിച്ചു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ നേരിൽ കണ്ടതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം
മറ്റുള്ളവർക്കൊരു സാക്ഷ്യം വഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രവാസ ജീവിതത്തിൽ നമ്മളെയൊക്കെ ദൈവം മറ്റുള്ളവർക്ക് വെളിച്ചമാകുവാനായിട്ട്, സുവിശേഷം ഏകുന്നവരാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദൗത്യം തുടരാം. അതിനുള്ള തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.